ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. നമ്മളിന്ന് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൽ നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത് സീരീസ് എന്ന സെക്ഷനാണ്. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ QR കോഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും. മിൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന പലതരം കോഴ്സുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്താണ്? സീരീസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 2, 7, 3, 26, 4 ഇതിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ? അതുകൊണ്ടാണല്ലോ അത് സീരീസ് ആയത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 2, 7, 3, 26, 4 നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ എന്താണ്, ഇതിലൊരു 2 സീരീസ് ആയിട്ട് പോകുന്നുണ്ട് അല്ലേ? അതായത് ഒന്ന് 2, 3 കഴിഞ്ഞ് 4 ദെൻ 5 അങ്ങനെ ഒരു സീരീസും പോകുന്നുണ്ട്. അല്ലാതെയോ 7, 26 വേറൊരു സംഖ്യ ഇങ്ങനെ വേറൊരു സീരീസും പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മളോട് ചോദിച്ചെന്താണ്, 7 കഴിഞ്ഞിട്ട് 26 കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പർ ഏതാണെന്നാണ് ചോദിച്ചത്. ഒന്നെങ്ങനെയാണ് പോകുന്നത്? 2 പിന്നെയോ 2 + 1 പിന്നെയോ 2 + 1 3 ആണ്, 3 പിന്നെ 3 + 1 അങ്ങനെയാണ് അത് ഒരു സീരീസ് പോകുന്നത് ആണല്ലോ. അതാണ് മേലത്തെ സീരീസ്. രണ്ടിൻ്റെ കൂടെ +1 ചെയ്ത് +1 ചെയ്ത് അങ്ങനെ പോകുന്നു. ഇനി താഴെയോ 7, 26 ഇങ്ങനെ പോകുന്നൊരു സീരീസ്. അതെന്താണ്? 2 ക്യൂബ് എന്താണ്? 8 - 1 എന്താണ്? 7. ഇനിയോ 3 ക്യൂബ് - 1 3 ക്യൂബ് എത്രയാണ്? 27 - 1 എത്രയാണ്? 6. അടുത്തതോ അപ്പോൾ 4 ക്യൂബ് - 1 4 ക്യൂബ് എത്രയാണ്? 64 ആണ്. 64 ഇതൊന്ന് ഓർച്ചാൽ 63. അപ്പോൾ ആൻസർ എന്താണ്? 63 ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇവിടെ എന്തായിരുന്നു? 2 സീരീസ് ഉണ്ട്. ഒരു സീരീസ് എങ്ങനെയാണ് പോകുന്നത്? +1 ആഡ് ചെയ്ത് പോകുന്നു. അടുത്തത് എന്താണ് ചെയ്യുന്നത്? ക്യൂബ് -1 ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. അപ്പോൾ ആൻസർ എന്താണ്? 63 എന്ന് പറഞ്ഞാൽ 4 ക്യൂബ് -1 അല്ലേ? ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. പെട്ടെന്ന് മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1, 1, 2, 4, 7 എങ്ങനെയാണ് അത് വരുന്നത്? ഒന്ന് എന്താണ്? 1 + 0 1 ദെൻ 1 + 1 2. അടുത്തതോ 2 + 2 4 ദെൻ 4 + 3 7 ദെൻ 7 + 4 11. ഈ ഒരു സീരീസിലാണ് ഇത് പോകുന്നത് അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? ബി ആണ്. എന്താണ്? 7 + 4 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇത് നോക്കിയേ. 169, 114, 121, 100 അങ്ങനെയാണ് പോകുന്നത്. എങ്കിൽ അടുത്ത വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചത്. എന്താണ് 169 എന്ന് പറയുന്നത്? 13ൻ്റെ സ്ക്വയർ ആണ് അല്ലേ 169. ഇനി 12ൻ്റെ സ്ക്വയർ എന്താണ്? 144. ഇനി 11ൻ്റെ സ്ക്വയർ എന്താണ്? 121. 10ൻ്റെ സ്ക്വയർ എന്താണ്? 100. ദെൻ 9ൻ്റെ സ്ക്വയർ 81 ഇങ്ങനെ പോകും. പിന്നെ 8ൻ്റെ സ്ക്വയർ 64 അങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ. 169, 144, 121, 100 കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? 81. 9ൻ്റെ സ്ക്വയർ. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. 0.5, 1.5, 4.5 അടുത്തത് ഏതാണ്? ഇവിടെ എന്താ നടക്കുന്നത്? 0.5 ഇൻറ്റു എന്താണ്? 3 ഇൻറ്റു 3 ചെയ്താൽ പോലും അല്ലേ? 5 × 3 15, 15 × 3 എത്രയാണ്? 45 അങ്ങനെയാണ് പോകുന്നത്. അതായത് ഇവിടെയുള്ള വാല്യൂന് എന്ത് ചെയ്യുന്നു? ഇൻറ്റു 3 ചെയ്യുന്നു. അപ്പോൾ എന്തായി? 0.5 ഇൻറ്റു 3 1.5 ദെൻ 1.5 ഇൻറ്റു 3 4.5 4.5 ഇൻറ്റു 3 എത്രയാണ്? 12 13.5 ആണല്ലോ. 5 3 15, 4 3 12, 1 13.5. അടുത്തത് വരുമ്പോൾ എന്താവും? 13.5 ഇൻറ്റു 3 വരും അല്ലേ?
അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? 13.5. എളുപ്പത്തിൽ മനസ്സിലായല്ലോ എന്താ ചെയ്തിരിക്കുന്നത്? നമ്മൾ ഇൻറ്റു 3 വെച്ചാണ് ഈ ഒരു സീരീസ് പോകുന്നത്. നെക്സ്റ്റ് 14, 9, 5, 2 ഇങ്ങനെയാണല്ലോ പോകുന്നത്. 14 9 എത്ര കൊണ്ട് കുറയ്ക്കണം? 9ഉം 5ഉമാണ് 14. സോ 14 5 കുറച്ചാൽ എന്താണ്? 9 ആണ്. അതുപോലെ 9 ആവാൻ 5ൻ്റെ കൂടെ 4 അല്ലേ? 9 4 കുറച്ചാൽ 5, 5 3 കുറച്ചാൽ 2, 2 ഇനി എത്ര കുറയ്ക്കണം? 2 കുറയ്ക്കണം. എത്രയാണത്? 0. സോ 2 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? 14 - 9 എന്ന് പറയുന്നത് 5 ആണ്. പിന്നെയോ ഓരോന്നും നമ്മൾ എന്ത് ചെയ്ത് 5 4 3 2 എന്ന രീതിയിൽ കുറച്ച് പോകുന്നത്. അങ്ങനെയാണല്ലോ ചെയ്തു പോകുന്നത്. അപ്പോൾ അത് ഈ ഒരു രീതിക്കാണ് നമ്മളത് ചെയ്യുന്നത് അല്ലേ? 14 5 കുറയ്ക്കുന്നു, 9 കിട്ടുന്നു. 9 4 കുറയ്ക്കുന്നു, 5 കിട്ടുന്നു. 5 3 കുറയ്ക്കുന്നു, 2 കിട്ടുന്നു. 2 2 കുറയ്ക്കുന്നു, 0 കിട്ടുന്നു. ഇനി എന്താ? 0 - 1. 0 - 1 എന്ന് പറഞ്ഞാൽ എന്താണ്? -1. ഇനി അടുത്ത സീരീസ് എന്തായിരിക്കും? -1. ദെൻ അങ്ങനെ അത് വാല്യൂ മുന്നോട്ട് പോകും. അടുത്തത് 11, 16, 21, 25, 31, 36 ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് പോകുന്നത്. സോ 11ൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഇതിൽ റോങ് ആയ ഒരു വാല്യൂ ഉണ്ട് എന്നാണ് ഡിറ്റക്ട് ചെയ്യേണ്ടത്. ഓഡ് 1 ഔട്ടാണ്. ഓക്കെ, കാരണം നമുക്കിവിടെ ഡാഷ് എന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണത്? ഓഡ് 1 ഔട്ട്. ഇതിൽ 1 എന്താണ്? ഈ ഒരു സീരീസിൽ ഉൾപ്പെടാൻ പറ്റാത്തതാണ്. നമുക്ക് നോക്കാം. 11ഉം 5ഉം ആണ് 16. ഓക്കെ, 16ഉം 5ഉം 21. 21ഉം 5ഉം എന്താണ്? 26 ആണ്. ഇനി ഇവിടെ 25ഉം 5ഉം ആണെങ്കിൽ 30 വന്നത്. സോ ഇവിടെ 26ഉം 5ഉം ആയതുകൊണ്ടാണ് 31 വന്നത്. 31ഉം 5ഉം 36. സോ 25ന് പകരം എന്താ വേണ്ടത്? 26 ആയിരുന്നു വരേണ്ടത്. ഇവിടെ ഓഡ് 1 എന്ന് പറയുന്നത് ഏതാണ്? 25 ആണ്. ഓക്കെ, അടുത്തത് 1 3 6 10 15 എക്സെട്ര. സോ 1ഉം 3ഉം തമ്മിലുള്ള ഇതെന്താണ് റിലേഷൻ? 1ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 3. ഓക്കെ, 3ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 6, 6ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 10, 10ൻ്റെ കൂടെ 5 കൂട്ടിയാൽ 15, 15ൻ്റെ കൂടെ എന്ത് ചെയ്യണം? 6 ചെയ്യണം. അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? പ്ലസ് ചെയ്ത് പോകുന്നതാണ്. 15ഉം 6ഉം എന്താണ്? 21. ഇനി അടുത്തത് എന്ത് വരും? 21ഉം 7ഉം 28. അപ്പോൾ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 28 ആയിരിക്കും. അപ്പോൾ ഇതുപോലെയാണ് എന്ത് പോകുന്നത്? സീരീസ് പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 1 4 9 16. അടുത്തത് ഏതാണ്? അപ്പോൾ 1ൻ്റെ സ്ക്വയർ എന്താണ്? 1. 2ൻ്റെ സ്ക്വയറോ? 4. 3ൻ്റെ സ്ക്വയർ 9. 4ൻ്റെ സ്ക്വയർ 16. അങ്ങനെയെങ്കിൽ അടുത്തത് 5ൻ്റെ സ്ക്വയർ 25. സോ അടുത്ത സംഖ്യ എന്തായിരിക്കും? 25 അല്ലേ? 1 4 9 16. അത് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ 25 ആണ്. ഈ ഓപ്ഷൻ തെറ്റാണ്. ആ രീതിക്കാണ് പോകുന്നത്. 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ 5 സ്ക്വയർ. 5 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ആണ്. സോ ഓപ്ഷൻ നോക്കണ്ട, ഓപ്ഷനിൽ തെറ്റാണ്. ആൻസർ വരുന്നത് 25 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 81 69 58 48 39. സോ 69ഉം 12ഉം ആണല്ലോ 81 അല്ലേ? 58ഉം 11ഉം ആണല്ലോ 69. 48ഉം 10ഉം ആണല്ലോ 58. സോ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്തു പോകുന്നു. ഇനി എന്ത് ചെയ്യണം? 48ന്ന് -9 ചെയ്താൽ എന്ത് വരും? 39. 39 9 48. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? 39ന്ന് എത്ര ചെയ്യണം? -8 ചെയ്യണം. 31ഉം 8ഉം ആണ് 39. അപ്പോൾ ആൻസർ എന്താണ്? 31 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സീരീസ് ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നും. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? ആ ഒരു സമയത്ത് നമുക്ക് അയ്യോ ഇതെന്താണ് എന്ന് ഒരു ഡൗട്ട്സ് തോന്നുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? മാക്സിമം സീരീസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നുണ്ട് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ.
അതെന്തുകൊണ്ടാണ്? നമ്മളത് വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് ഈസി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ധാരാളം സീരീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വർക്കൗട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബേസിക്സ് തറാവാക്കാണ് വേണ്ടത്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1, 2, 5, 10, 17, 26. 1 + 1 ആണ് എന്ത്? 2. 2 + 3 ആണ് 5. 5 + 5 ആണ് 10. അപ്പോൾ എന്താണ്? 1, 3, 5, അപ്പോൾ 7, പിന്നെയോ 9, ദെൻ 11. അപ്പോൾ എത്രയാണ്? 37. ഓക്കെ, എളുപ്പത്തിൽ കഴിഞ്ഞല്ലോ. കാരണം എന്താണ്? 1, 3, 5, 7 ആ ഒരു സംഖ്യ വെച്ചിട്ടാണ് ഈ ഒരു സീരീസ് എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് ക്വസ്റ്റ്യൻ നോക്കാം. 1, 5, 13, 29. 1, 4, 5, 5, 13 എന്താണ്? 8 അല്ലേ? 5, 8, 13. ഇനിയോ 13, 16, 29. ഇനിയോ 16ന്റെ ഇരട്ടി 32. എന്താ ഇവിടെ നടക്കുന്നത്? ഇരട്ടി. അതായത് 4 കഴിഞ്ഞാൽ 4ന്റെ കൂടെ 4, 8, 8, 8, 16, 16, 16, 32. ഇനി ഇത് എത്രയാണ് വരിക? 61 ആണല്ലോ. 29, 32 എത്രയാണ് വരുന്നത്? 61 ആൻസർ വരുന്നത്. അപ്പം എന്താ ഇവിടെ നടക്കുന്നത്? നമ്മൾ ഡബിൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുന്നത്. 1 + 4 = 5. ഇനി 4ന്റെ ഇരട്ടി എത്രയാണ്? 8. 8ഉം 5ഉം ആണ് 13. ഇനി 13ഉം പിന്നെ എന്ത് ചെയ്യണം? 8ന്റെ ഇരട്ടിയും 13ഉം 16ഉം 29. 29ഉം 16ന്റെ ഇരട്ടിയും 32. അതെത്രയാണ്? 61. അടുത്തത് 3, 7, 15, 31. അടുത്ത സംഖ്യ. അപ്പം 3ഉം 4ഉം 7, 7ഉം 8ഉം 15, 15ഉം 16ഉം 31. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇരട്ടി തമ്മിലാണ് ആഡ് ചെയ്യുന്നത്. സോ 16ന്റെ ഇരട്ടി 32. എത്രയാണ്? 63 എന്ത് വരുന്നത്? അടുത്ത സംഖ്യ. ഇവിടെ എന്താ ചെയ്യുന്നത്? 4ന്റെ ഇരട്ടി 8നെ വെച്ചാണ് അടുത്ത സംഖ്യ ആഡ് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്തു? ആ സംഖ്യയുടെ കൂടെ എന്ത് ചെയ്യുന്നു? 8ന്റെ ഇരട്ടിയായ 16 വെച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. വീണ്ടും എന്ത് ചെയ്തു? 16ഉം 16ഉം 32 + 31 എത്രയാണ്? 63 സീരീസിലെ അടുത്ത നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ VFAയുടെ സീരീസ് എന്ന ശ്രേണിയിലെ സീരീസ് എന്ന സെക്ഷൻസിലെ പല ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നമ്പർ സീരീസ് മാത്രമല്ല, നമുക്ക് ലെറ്റർ സീരീസ് ഉണ്ട്, അതുപോലെ പലതരത്തിലുള്ള സീരീസുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും VFAയുടെ അടുത്ത സെഷൻ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.